നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ 165 കോടിയോളം രൂപ ചെലവഴിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുന്നപ്ര തെക്ക് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ചു വന്നിരുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. എച്ച് സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ കുതിരപ്പള്ളി വാർഡ് കൗൺസിലറുടെയും മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 100% വിജയം കൈവരിച്ച സ്കൂളിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. അമ്പലപ്പുഴ MLA എച്ച് സലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCC ജനറൽ സെക്രട്ടറി മുൻ MLA ഷുക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ 165 കോടിയോളം രൂപ ചെലവഴിച്ചതായി സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന 2024-25 വർഷത്തെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്ര നേട്ടമാണ് കൈവരിച്ചത്. 5 വർഷത്തിനുള്ളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 53.52 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റനുബന്ധ കോഴ്സുകളിലേക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് കടന്നു വന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ ആന്റി നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥൻ G ശാന്തകുമാരൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യബോർഡ് കമ്മീഷണർ H സലീം, മത്സ്യബോർഡ് അംഗങ്ങളായ സക്കീർ അലങ്കാരത്ത്, KK രമേശൻ, മത്സ്യത്തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മുളയിലെ നിന്നുള്ള ജീവിതശൈലി രോഗങ്ങളെ സുഖകരമാക്കാം ഭാവി ജീവിതത്തെ എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിന്റെ സമാപനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയൊരു സ്ഥിതി ഉണ്ടായത് നമ്മൾ ഏറ്റവും താഴത്തെ സബ് സെന്റേഴ്സ് മുതൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ആശാ വർക്കേഴ്സ് മുതലുള്ള ഒരു വലിയ ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്. സബ് സെന്റർ മുതൽ മേലേക്ക് നോക്കിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം വരെ ഗവൺമെന്റ് മേഖലയിൽ തന്നെ കേരളത്തിലുണ്ട്. മാത്രമല്ല, ആരോഗ്യപരമായ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ബോധം ആവിഷ്കരിക്കപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ സാധാരണ വീട്ടമ്മ ഉൾപ്പെടെ ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കും, അതിൻ്റെ ഭാഗമായി ചേരുകയും ചെയ്യും. ഒരു കാര്യം അങ്ങനെ അവരോട് പറഞ്ഞാൽ കൃത്യമായി അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യും. ഇതൊരു സംസ്കാരമായ ഒരു കൾച്ചറായി തന്നെ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയൊരു വലിയ മികവ് നമുക്കുള്ളത് കൊണ്ടാണ് ഏത് മഹാമാരി വന്നാലും തോറ്റുപോകാതെ നമ്മുടെ കേരളം വിജയിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരുപാട് വിശീലിച്ച് മഴയത്ത് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് നിങ്ങളോട് സംസാരിക്കാം. അതൊരു പ്രധാനമായ നേട്ടമാണ്. ഇപ്പം കോവിഡ് വന്നപ്പോൾ നമ്മുടെ കേരളം തോറ്റു വീണ് പോയില്ല. പക്ഷെ ലോകത്തിന്റെ ചരിത്രഭാഗം നോക്കിയാൽ ഒരുപാട് സമ്പത്തുള്ള രാജ്യങ്ങൾ തോറ്റു വീണുപോയി. ഇപ്പൊ കേരളത്തിൽ എവിടെയും ആശുപത്രിയിൽ പോയി ബെഡ് കിട്ടിയില്ല എന്ന് വിളിച്ച് എന്ന് കഴിഞ്ഞിട്ട് ആരും മരണപ്പെട്ടില്ല. കേരളത്തിൽ ഒരിടത്ത് പോലും ഓക്സിജൻ കിട്ടാതെ ഒരു കുഞ്ഞു മരിച്ചില്ല. ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, പെയിന്റിംഗ്, സ്ലോഗൻ രചന, റീൽസ്, സ്ട്രീറ്റ് പ്ലേ, ഷോർട്ട് ഫിലിം ഇനങ്ങളിൽ സംഘടിപ്പിച്ച മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സമാപന ചടങ്ങിന് മുന്നോടിയായി അറവുകാട് ക്ഷേത്ര പരിസരത്ത് നിന്നും പുന്നപ്ര JB സ്കൂൾ വരെ കൂട്ടനടത്തം, സൈക്കിൾ റാലി എന്നിവയും സംഘടിപ്പിച്ചിരുന്നു.
വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് എക്സിബിഷനും ആശാപ്രവർത്തകരുടെ പോഷകാഹാര പ്രദർശനവും വിതരണവും, യോഗ പരിശീലന ക്ലാസ്, വിവിധ കലാപരിപാടികളും എന്നിവയും അരങ്ങേറി. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന ചടങ്ങിൽ പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരസമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, അംഗങ്ങളായ ഗീത ബാബു, ജെ സിന്ധു, റംല ഷഹാബുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AT അഞ്ജു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെയും മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 100% വിജയം കൈവരിച്ച സ്കൂളിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറും മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സ്കൂളിനെയും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കുതിരപ്പന്തി SNDP ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. ആ കഠിനാധ്വാനത്തെ ബഹുമാനിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും ഏറെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം രക്ഷകർത്താക്കളെയാണ്. ഓരോ മുതിർന്ന ആളുകളും ഓരോ രക്ഷകർത്താവും എത്രമാത്രം സ്വാധീനമാണ് ഒരു കുടുംബത്തിലും സമൂഹത്തിലും ചെലുത്തുന്നത് എന്ന് അവരുടെ പോയകാല ജീവിതത്തെ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് മുതിർന്നവരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ബാല്യകാലം മുതൽക്കേ ഉള്ള ജീവിതത്തിന്റെ ഒരു യാത്ര അത് നമ്മൾ കണക്കിലെടുത്താൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നവരാണ്. ഉദ്ഘാടനത്തെ തുടർന്ന് വട്ടയാൽ സെന്റ് മേരീസ് സ്കൂൾ പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ളവർ ചേർന്ന് MLAയിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങി. ചടങ്ങിൽ വയോജനങ്ങൾക്ക് ആദരവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർമാരായ B നസീർ, എൽജിൻ റിച്ചാർഡ്, B അജേഷ്, രമ്യ സുർജിത്ത്, മറ്റ് ഭാരവാഹികളായ സുവർണകുമാരി, ശൈലജ ജേക്കബ്, സോജ, സന്ധ്യ, PK ബൈജു എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA A ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തും. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ സമ്മേളനം ഈ മാസം 25-ാം തീയതി ബുധനാഴ്ച രാവിലെ ജെൻഡർ പാർക്ക് ഹാളിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അമ്പലപ്പുഴ MLA സലാം അവറുകളാണ്. സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് A ഷുക്കൂർ അവറുകൾ. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA A ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി K മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി ഉമാചന്ദ്രബാബു, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി B ഹരികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം സമ്മേളനത്തിൽ സംബന്ധിക്കും. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ വർധനവ് നടപ്പിലാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളെ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥൻ, ജില്ലാ സെക്രട്ടറി K മോഹനൻ, P കൃഷ്ണമൂർത്തി, D രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ഉപരിപഠനത്തിനായുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിന്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഉപരിപഠനത്തിന് വിവിധ കോഴ്സുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാൻ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു.
കരിയർ ജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. നിങ്ങളുടെ ഒരു ജീവിതം നിർണ്ണയിക്കാൻ, നിങ്ങളുടേതിലേക്ക് നിർണ്ണയിക്കാനാകുന്ന പരിധിയിൽ നിന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സമയമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ തെരഞ്ഞെടുപ്പ്, ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കോഴ്സുകളുടെ തെരഞ്ഞെടുപ്പിലാണ് വളരെ പ്രധാനം. +1 പോയാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന വിഷയത്തിൻ്റെതായ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്കൊന്നും നല്ലപോലെ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പ്രോഗ്രാം ജില്ലാ ഗവൺമെന്റ് ഓഫീസ് പോലെ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങളെ രക്ഷകർത്താക്കളോട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചാൽ അവരുടെ പറയുന്ന ഉത്തരം ആർക്ക് വേണ്ടി ജീവിക്കുന്ന ചോദ്യത്തിന് പറയുന്ന ഉത്തരം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ ചോദിച്ചാൽ എല്ലാവരുടെ ഒരേ ഉത്തരം തന്നെയായിരിക്കും. അല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്, ഭർത്താവിന് വേണ്ടി ജീവിക്കുകയാണ് ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പറയുന്ന ഉത്തരത്തിന്റെ ഒരു ആഴമുള്ള അർത്ഥം പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കൾ ജീവിതകാലത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് ബുദ്ധിമുട്ടി എന്നെ ജീവിച്ചു വന്നിരിക്കുന്നു. ആ ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ നിങ്ങൾ മെച്ചമായി ജീവിക്കണം എന്നതാണ് ഓരോ രക്ഷിതാവിന്റെയും മനസ്സിലാക്കാറ്. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കരിയർ ജ്വാലയിൽ SSLC വിദ്യാർത്ഥികളായ 150ഓളം പേർ പങ്കെടുത്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം പ്രഭ വിജയൻ, സ്കൂൾ പ്രധാനാധ്യാപിക N. മായ, SMC ചെയർമാൻ KC ജയകുമാർ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബിമൽ ഡൊമിനിക്, G. വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ മഞ്ജു V. നായർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ 165 കോടിയോളം രൂപ ചെലവഴിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുന്നപ്ര തെക്ക് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ചു വന്നിരുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. H. സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ കുതിരപ്പള്ളി വാർഡ് കൗൺസിലറുടെയും മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 100% വിജയം കൈവരിച്ച സ്കൂളിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. അമ്പലപ്പുഴ MLA H. സലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCC ജനറൽ സെക്രട്ടറി മുൻ MLA ഷുക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.